ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. എറണാകുളത്ത് നിന്ന് വിട്ട് ഇപ്പോൾ കുതിരാൻ തുരങ്കം ഒക്കെ കടന്ന് നമ്മൾ നേരെ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. പിന്നെ ധാരാളം വീഡിയോകൾ കൊടൈക്കനാലിനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനാൽ. പശ്ചിമഘട്ടത്തിൽ നിന്ന് വേർപെട്ട് പഴനി മലയുടെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ്. ടൂറിസമാണ് ഈ പ്രദേശത്തെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. പ്രദേശവാസികളുടെ പ്രധാന വരുമാനവും ഇത് തന്നെ. പ്രകൃതി രമണീയമായ മലകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പ്രദേശം. മുനിസിപ്പൽ ഭരണമാണ് ഇവിടെ ഉള്ളത്. നീലക്കുറിഞ്ഞി പൂക്കുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കൊടൈക്കനാൽ. കൊടൈക്കനാൽ എന്ന പേരിന് പിന്നിൽ ചില ഐതിഹ്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. എപ്പോഴും കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ കോടൈക്കാണൽ എന്ന തമിഴ് വാക്കുകൾ ചേർന്നതാണ് കൊടൈക്കനാൽ എന്ന് ചിലർ വാദിക്കുമ്പോൾ, കാടിൻ്റെ സമ്മാനം എന്നർത്ഥമുള്ള തമിഴ് പദങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത് എന്നും മറ്റു ചിലർ വാദിക്കുന്നുണ്ട്.
ക്രിസ്തുവിന് മുമ്പ് 5000 വർഷം പഴക്കമുള്ള ശിലായുഗ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പളനിമലയിലെ മറ്റു ഭാഗങ്ങൾ പോലെ തന്നെ കൊടൈക്കനാലിലും ലഭിച്ചിട്ടുണ്ട്. പർവ്വത വിഹാറിലും പന്നിക്കുണ്ട് ഗ്രാമത്തിലും പ്രാകൃത മനുഷ്യരുടെ വീടുകൾ എന്ന സംശയം തോന്നിപ്പിക്കുന്ന തൊപ്പിക്കല്ലുകളും ശവസംസ്കാരത്തിനായി ഉപയോഗിക്കുന്ന മുനിയറകളും കാണപ്പെടുന്നു. പിന്നീട് 2000 വർഷങ്ങൾക്ക് ശേഷം പാളയൻ എന്നും പുളിയൻ എന്നും രണ്ട് ആദിവാസി ഗോത്രങ്ങൾ പഴനിമലകളിലേക്ക് കുടിയേറി. ഇവർ പീഡനങ്ങൾ ഭയന്ന് ഒളിച്ചോടി വന്നവരായിരിക്കണം എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. ഇതിൽ പാളയന്മാർ കാട്ടുജാതിക്കാരാണ്. വേട്ടക്കാരായിരുന്ന ഇവരുടെ ഇലകൊണ്ടും പുല്ലുകൊണ്ടുമുള്ള വസ്ത്രങ്ങൾ ആണ് ധരിച്ചിരുന്നത്. കൊടൈക്കനാലിന് 40 കിലോമീറ്റർ അകലെയുള്ള കുക്കൽ എന്ന സ്ഥലത്തെ ഗുഹകളിൽ അവരുടെ ഗോത്രത്തിൻ്റെ തെളിവുകൾ കാണാം. പഴങ്ങൾ, തേൻ, ചെറിയ വന്യമൃഗങ്ങൾ ഇവയായിരുന്നു പ്രധാന ഭക്ഷണം. തീ ഉണ്ടാക്കാൻ കല്ലുകളും മറ്റും ഉപയോഗിച്ചിരുന്നു. എറണാകുളത്ത് നിന്നും തൃശ്ശൂർ വടക്കാഞ്ചേരി വഴി നെന്മാറ വഴി നമ്മൾക്ക് കൊടൈക്കനാലിലേക്ക് എത്തിച്ചേരാം. അല്ലെങ്കിൽ പാലക്കാട് പൊള്ളാച്ചി വഴിയും കൊടൈക്കനാലിൽ എത്താവുന്നതാണ്. എറണാകുളത്തു നിന്നും ഏകദേശം 270 കിലോമീറ്ററാണ് കൊടൈക്കനാലിലേക്കുള്ളത്. ഏകദേശം 7 മണിക്കൂർ കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്താവുന്നതാണ്. കൂടാതെ ധാരാളം ബസ്സുകളും പൊള്ളാച്ചി പഴനി റൂട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. സ്വന്തമായിട്ട് വരുന്ന കാറിലോ മറ്റോ വരികയാണെങ്കിൽ അവർക്ക് 7 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ഇവിടെ എത്താവുന്നതാണ്. കോയമ്പത്തൂരിൽ നിന്നും മധുരയിൽ നിന്നും എളുപ്പത്തിൽ കൊടൈക്കനാലിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ കാണുന്നത് കൊടൈ ലേക്കാണ്. നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കൃത്രിമ തടാകമാണ് കൊടൈ ലേക്ക്. 1863 ഈ തടാകം നിർമ്മിച്ചത്. കൊടൈക്കനാലിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടൈ ലേക്ക്. ബോട്ട് ഹൗസും ബോട്ട് ക്ലബും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ടൂറിസത്തിന് സൗന്ദര്യാത്മകമായ പ്രാധാന്യമുണ്ട് കൊടൈക്കനാലിൽ. വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സവിശേഷതയാണ് ബോട്ട് മത്സരവും ഫ്ലവർ ഷോകളും. തടാകത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേകൾ കൊടായി റോഡ് റെയിൽവേ സ്റ്റേഷനും പാലാനി റെയിൽവേ സ്റ്റേഷനുമാണ്. മധുര, പളനി, കൊടൈക്കനാൽ റോഡ്, തേനി, ഡിണ്ടിഗൽ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് ഇവിടെ നിന്നും സ്ഥിരമായ ബസ് സർവീസുകൾ ഉണ്ട്. കൊടൈക്കനാൽ നഗരത്തിൻ്റെ കേന്ദ്രത്തിലായി നക്ഷത്ര ആകൃതിയിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത്. വടക്കു പടിഞ്ഞാറൻ പളനി ഹിൽസ് നിരയിലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളിൽ നിന്നാണ് ഇതിൻ്റെ പ്രധാന നീരൊഴുക്ക്. 3 അരുവികൾ ഒഴുകുന്ന ചതുപ്പിൽ തടാകം സൃഷ്ടിക്കുന്നതിനായി ആദ്യമായി ഒരു അണക്കെട്ടാണ് നിർമ്മിച്ചത്. തടാകത്തിൻ്റെ നീരൊഴുക്കിൽ ശരാശരി 1650 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു. തടാകത്തിൽ നിന്നുള്ള ഒഴുക്ക് 180 അടി ഉയരമുള്ള വെള്ളച്ചാട്ടമായി മാറുന്ന സ്ഥലത്തിനെ സിൽവർ കാസ്കേഡ് എന്ന് വിളിക്കുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 2001 ജൂൺ മുതൽ ദേശീയ തടാക സംരക്ഷണ പദ്ധതി എന്ന സ്പോൺസേർഡ് സ്കീം കേന്ദ്ര സർക്കാർ പരിസ്ഥിതി മന്ത്രാലയം ആരംഭിച്ചു. രാജ്യത്തെ നഗര, അർദ്ധനഗര പ്രദേശങ്ങളിലെ മാലിന്യമായതും നശിച്ചതുമായ തടാകങ്ങൾ പുനഃസ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. ഈ തടാകവും പ്രസ്തുത പദ്ധതിക്ക് കീഴിലാണ്. അവർ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ തടാകം ഉൾപ്പെടെ 62 തടാകങ്ങൾ മാലിന്യമായതും നശിച്ചതും സംരക്ഷണം ആവശ്യവുമായതാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. തടാകത്തിന് ചുറ്റുമുള്ള സൈക്കിൾ സവാരിയാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ചെറിയ ചിലവിൽ സൈക്കിൾ ഇവിടെ വാടകയ്ക്ക് കിട്ടും. ചെറിയ കോടമഞ്ഞിൽ തടാകവും കണ്ട് ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര അതിമനോഹര അനുഭവമാണ്.
1863 മധുരൈ ജില്ലയുടെ കളക്ടറായിരുന്ന സർ വെരെ ഹെൻറി ലെവിങ്ങാണ് താഴ്വരയിലേക്ക് ഒഴുകുന്ന 3 അരുവികളിൽ അണക്കെട്ട് സ്ഥാപിച്ച് കൊടൈ തടാകം സൃഷ്ടിച്ചത്. അദ്ദേഹം കായലിൽ നാടൻ മത്സ്യങ്ങളെ സംഭരിക്കുകയും തൂത്തുക്കുടിയിൽ നിന്ന് കൊടൈയുടെ ആദ്യ ബോട്ട് കൊണ്ടുവരികയും ചെയ്തു. 1890 കൊടൈക്കനാൽ ബോട്ട് ക്ലബ്ബ് സ്ഥാപിതമായി. തടാകത്തിന് ചുറ്റും ഏകദേശം 9 കിലോമീറ്റർ നടപ്പാതയും റോഡും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കർശനമായ മുനിസിപ്പൽ നിയമങ്ങളുണ്ട്. ഇത് കൊടൈക്കനാൽ ഗോൾഫ് ക്ലബ്ബാണ്. ഗോൾഫ് ക്ലബ്ബ് 1895 ജൂൺ 17 നിലവിൽ വന്നു. പ്രകൃതിദത്ത പുൽമേടുകൾക്ക് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പട്ടണത്തിൻ്റെ മധ്യത്തിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് ഗോൾഫ് കോഴ്സ്. കോഴ്സിൻ്റെ ആകെ ദൈർഘ്യം 6426 യാർഡാണ്. വിനോദപ്രേമികളായ ബ്രിട്ടീഷുകാരായിരുന്നു ഗോൾഫ് ക്ലബിൻ്റെ ശില്പികൾ. കോഴ്സിന് വളരെ അടുത്തായി കിടക്കുന്ന കാട് ചിലപ്പോൾ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്നു. ഇത് താഴെ നിന്നും നമ്മൾ കണ്ട കൊടൈ തടാകത്തിൻ്റെ കുറച്ച് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പർ ലേക്ക് വ്യൂ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും കാണുമ്പോൾ തടാകം വളരെ ഭംഗിയാണ്. ഒപ്പം കോടമഞ്ഞും എല്ലാം കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും